എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇവിടെ രാവിലെ മുതൽ തന്നെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് മഴയത്ത് കഴിക്കാൻ കൊതി തോന്നുന്ന ഒരു പലഹാരമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലയടയാണ്. അപ്പോൾ ഇവിടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്, ഇല വാട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ ഗോതമ്പ് പൊടി 2 കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് ശർക്കര ചേർത്ത് ഇതുണ്ടാക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുണ്ട്. പിന്നെ ഇതിൽ ഗോതമ്പ് പൊടിയിലേക്ക് ചേർക്കാൻ വേണ്ടി ഉപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അരമുറി തേങ്ങ വേണം. അപ്പം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ആദ്യം തന്നെ. അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇന്നിവിടെയൊക്കെ ഭയങ്കര മഴയാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു പലഹാരം ആയിക്കോട്ടെ രാവിലെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. നമുക്കിനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കാമേ. നമുക്കപ്പോൾ ഈ തേങ്ങയിലേക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. കുറവ് പഞ്ചസാര വേണമെന്നുള്ളവർ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയും നമുക്കിതിലേക്ക് ജീരകത്തിൻ്റെ പൊടി അത് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇപ്പം തന്നെ നല്ല മണമുണ്ട്, ഏലക്കായുടെയും ജീരകത്തിൻ്റെ നല്ല മണമാണ്. നമുക്കിനി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇപ്പം ഞങ്ങൾക്കിവിടെ വാഴയില കിട്ടാൻ ഇപ്പം ഞാനിവിടെ ജയ്പൂരിൽ വന്നിട്ട് 13 വർഷമായി. ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് വാഴയില ഇവിടെ വീട്ടിൽ കിട്ടുന്നത്. അതായത് ഇവിടെ ഒന്നും കിട്ടാനില്ല വാഴയില. നമ്മളിവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടാനില്ല. ആദ്യമായിട്ടാണ് ഇവിടെ വാഴയില കിട്ടുന്നത്. അതിൻ്റെ ഒരു ഭയങ്കര ത്രില്ലിലാണ് ഇവിടെ. അപ്പം മഴയും കൂടെ ആയപ്പം വിചാരിച്ചു ഇന്നൊരു ഇലയട ആയിക്കോട്ടെ. ഇപ്പം ഷെർജാൻ എത്ര വർഷമായി ഷെർജാൻ ഇവിടെ വന്നിട്ട് ജയ്പൂരിൽ? 20 വർഷമായി. ഷെർജാൻ വന്നിട്ട് 20 വർഷവും ഞാൻ വന്നിട്ട് 13 വർഷവും. അപ്പോൾ ഞങ്ങളിവിടെ ഇലയട ഉണ്ടാക്കുന്നത് ആദ്യത്തെ സംഭവമാണ്. ഇന്നലെ പോയി മലയാളിയുടെ ഒരു വീട്ടിൽ പോയി. അപ്പോൾ ഇന്നലെ ഇല കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ഒരു അച്ചായൻ്റെ വീട്ടിൽ പോയി എടുത്തതാണ്. ഇല വെട്ടിക്കൊണ്ട് വന്നതാണ്. നമുക്കപ്പം ആദ്യം തന്നെ മാവെടുത്തിട്ട് ഇലയുടെയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇതുണ്ടാക്കുമ്പോൾ മമ്മിയുടെ ഓർമ്മയാണ് വരുന്നത്. പണ്ടൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കുമ്പം നാട്ടിലെ ഓർമ്മ ഇങ്ങനെ അതിക്രമിച്ച് കടന്നു വരും. മമ്മി ഇത് ഉണ്ടാക്കി തരുമ്പോ ഇത് ഞാൻ പറയുമ്പോ ചെറുച്ചാൻ്റെ മമ്മി ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വേറൊരു അട ഉണ്ടാക്കും, ഓട്ടട. ചെറുച്ച അത് കഴിച്ചിട്ടുണ്ടോ? ഓട്ടട ഞാൻ കഴിച്ചിട്ടില്ല. ഓട്ടട എന്ന് പറഞ്ഞാൽ ഈ ദോശക്കല്ലിൽ വെച്ച് ഇതുപോലെ ഇലക്കകത്ത് പരത്തിയിട്ട് ദോശക്കല്ല് വെച്ച് ചുട്ട് എടുക്കുന്നു. കഴിച്ചിട്ടില്ല? ഇത് നേരത്തെ ഉണ്ടാക്കുമായിരുന്നു, മമ്മി ഉണ്ടാക്കുമായിരുന്നു. മുരിക്കിൻ്റെ ഇലയിൽ ഇഡലി ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ 2 നേർച്ച പരത്തി ഇതിനകത്തോട്ട് തേങ്ങയും ഇതും വെച്ച് കൊടുക്കും. ഞാനപ്പോൾ ഇത് അടുത്ത് പരത്താം. തീർച്ചയായും വെച്ചു. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇതൊന്നും കഴിച്ചിട്ടൊന്നുമില്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തൊന്നുമില്ല. ഇലയുടെ എന്താ ഇത് മതിയോ സുനിത? ഒത്തിരി വേണ്ട, ഒരു സൈഡിലോട്ട് അറ്റത്തോടെ
ഒരു സൈഡിൽ വെച്ച് മടക്കി. സുനിത ഇത് കഴിച്ചിട്ടുണ്ടോ? എല്ലായിടെ കഴിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് അടയാണ്, ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കുക പഞ്ചസാരയ്ക്ക് പകരം. തീരെ നൈസായിട്ട് പരത്തി കൊടുക്കണം. നമ്മൾ ഇലയുടെ ഇവിടെ പരത്തിക്കഴിഞ്ഞു. ഇനിയിപ്പം നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. പരത്ത് വെള്ളം വെച്ചത് നല്ലതായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ അടയുടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. നമുക്കിത് ഒന്ന് അപ്പോൾ അതേണ്ട ഇതിവിടെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇല അട ഇത്ര നാൾ കൂടി ഇത് കഴിക്കുന്നതെന്നറിയാമോ? അപ്പോൾ കേരളത്തിന് വെളിയിൽ താമസിക്കുന്നവർക്കൊക്കെ നല്ലതായിട്ട് അറിയാം ഇതിൻ്റെ ഫീലിംഗ് എന്തോന്ന്.
നാട്ടിലുള്ളവർക്കൊക്കെ ഇപ്പം ചിരിയായിരിക്കും വരുന്നത് ഇലയുടെയെന്ന് കേൾക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളെന്ന് എടുത്ത് കാണിച്ചു തരാം. നല്ലതായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കയ്യിലെടുക്കത്തില്ല.